ശരിക്കും പോർച്ചുഗൽ കൊളംബിയക്കെതിരെ ജയിക്കുകയാണെങ്കിൽ പോർച്ചുഗലിന്റെ സ്കോറിന് എല്ലാവരും ഒന്ന് ഭയന്നേനെ. പക്ഷേ ഇതിപ്പോൾ അബദ്ധ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. കൊളംബിയക്ക് ഷോട്ട് ഓൺ ടാർഗറ്റുകൾ കൂടുതൽ, ഗോൾ പൊസിഷൻ കൊളംബിയക്ക് കൂടുതൽ, ഗോൾ എക്സ്പെക്ടേഷൻ കൊളംബിയക്ക് കൂടുതൽ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫുള്ള് ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത് കൊളംബിയാണ്. ഈ ഒരു പോർച്ചുഗലിന്റെ ഈ ഒരു ഡ്രോ എന്ന് പറയുന്നത് ഡിയാഗോ കോസ്റ്റ എന്ന് പറയുന്ന ഗോൾ കീപ്പറിന്റെ ഒരു സമ്മാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്രമാത്രം സേവുകളാണ് കളിയിൽ ചെയ്തത്. ക്ലിയറൻസ്, സേവുകൾ, ഹൈ ക്ലെയിംസ്. അപ്പത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിന്റെ സൈഡിൽ നിന്ന് അപ്പത്തെ പെർഫോമൻസ്. ഈ ഒരു സ്കോറും വെച്ചിട്ട് ഇതിനേക്കാളും നല്ല രീതിയിൽ കളിക്കാൻ പറ്റില്ല. പോർച്ചുഗൽ ഇനിയും ഒരുപാട് ഉയരാനുണ്ട്. ബ്രൂണോക്ക് ഒരു കിടിലൻ ചാൻസ് ഇട്ടിരുന്നു, അത് ബ്രൂണോ മിസ്സാക്കി കളഞ്ഞു. ബ്രൂണോ, വിറ്റിന്യ, ജോൻ നെവസ് പ്രൈം മിഡ് ഉണ്ടായിട്ടും ബ്രൂണോക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്രൂണോ ഒന്നും ഒരു കീ പാസ്സാണ് കൊടുത്തു. ഒരു ബിഗ് ചാൻസ് പോലും ബ്രൂണോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ബെസ്റ്റ് ഒന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ കളിയിൽ കാണിച്ചിട്ടില്ല. ഓഫ് സൈഡിൽ നിന്നു അതും ഗോളാക്കാൻ പറ്റിയില്ല. അവിടെ ഇവിടെയൊക്കെ ചാൻസുകൾ നോക്കി, പക്ഷെ അതൊന്നും കറക്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ പ്ലേയേഴ്സിന് പറ്റില്ല. കൊളംബിയ എന്ത് കളിയായിരുന്നു. കൊളംബിയക്ക് കറക്റ്റായിട്ട് ഷോട്ട് ഓൺ ടാർഗറ്റുകൾ എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പോർച്ചുഗൽ ഡ്രോ ആവാനുള്ള മെയിൻ കാരണം. അതിൻ്റെ കൂടെ തന്നെ പോർച്ചുഗലിലെ ഹീറോ എന്ന് പറയുന്നത് ഡിയാഗോ കോസ്റ്റയാണ്. കോസ്റ്റ അടിപൊളിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. 8.0 ആണ് കോസ്റ്റയ്ക്ക് ഉണ്ടായ റേറ്റിംഗ് എന്ന് പറയുന്നത്. എന്താ പറയുക, പോർച്ചുഗലിൽ കോസ്റ്റ് അല്ലാതെ വേറെ ആരും നല്ല രീതിയിൽ അങ്ങോട്ട് കളിക്കുന്നത് കണ്ടില്ല. ആദ്യത്തെ കുറച്ച് മിനിറ്റ്സിൽ ഡിഫൻസ് ലൈൻ ഭയങ്കര മോശമായിരുന്നു. എനിക്കത് ബെറ്റർ ആയിട്ട് തോന്നിയില്ല. പക്ഷേ പിന്നെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഡിഫൻസ് ലൈൻ നല്ല ചത്ത് കളിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇനി ഗ്രൂപ്പ് സ്റ്റേജിൽ സെക്കൻഡായിട്ട് പോർച്ചുഗൽ ഫിനിഷ് ചെയ്തു. ഇനി കളിക്കാൻ പോകുന്നത്, നോക്കൗട്ടിൽ കളിക്കാൻ പോകുന്നത് ക്രൊയേഷ്യക്കെതിരെയാണ്. ക്രൊയേഷ്യക്ക് അറിയാലോ, വേൾഡ് കപ്പാണ്. ക്രൊയേഷ്യ നമ്മൾ മുമ്പ് തോൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് വേൾഡ് കപ്പാണ്. ബിഗ് മാച്ചുകളാണ് വരാൻ പോകുന്നത്, ക്രൂഷ്യലായിട്ടുള്ള മാച്ചുകളാണ്. ഈ ഒരു പെർഫോമൻസ് വെച്ച് പോവുകയാണെങ്കിൽ പോർച്ചുഗൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരിക്കും. പോർച്ചുഗൽ ഇനിയും ഒരുപാട് ഉയരാണ്ട്. മിഡിൽ നിന്ന് സാധനങ്ങൾ വരട്ടെ, റൊണാൾഡോ ഫിനിഷ് ചെയ്യട്ടെ, നല്ല രീതിയിൽ റൊണാൾഡോ ഫിനിഷ് ചെയ്യട്ടെ. പോർച്ചുഗൽ ഇനിയും ഒരുപാട് ഉയരാണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. കമൻറ്റുകൾ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമ്മുടെ കളി ഇന്ന് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നി എന്നുള്ളത് പ്യുവറായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇറ്റ്സ് മീൻസ് കൊറസ്മാറ്റ്.